ആയില്ല പൊങ്ങാൻ തുടങ്ങിയില്ലത്. ഉപ്പിട്ടല്ലേ പൊങ്ങത്തുള്ളല്ലേ? അത് തന്നെ വേണ്ട. കിളി പറഞ്ഞു നോക്കിയോ. ഇതിനകത്ത് നെല്ലിക്കാണ് ഏറ്റവും കൂടുതൽ ചേരുന്നത്. കഴിച്ച കിളി പാറുന്നു. കിളി പാറിയിരിക്കും. അങ്ങനെ കഴിച്ചു നോക്കുക, കഴിച്ചു നോക്കിയിട്ട് പറയാം. ഹായ്, നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് ആലപ്പുഴ ജില്ലയിൽ കൊച്ചാലുംമൂട് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. ഒരു ആലക്കുണ്ട്, അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ കൊച്ചാലുംമൂട് എന്ന് പറയുന്നത്. ഇവിടെ ഒരു കുഞ്ഞൊരു കടയുണ്ട് കേട്ടോ. ഒരുപാട് ഐറ്റംസ് ഒന്നുമില്ല, കുഞ്ഞൊരു കടയാണ്. പക്ഷേ ഇവിടെ ഒരു അടാറ് ഐറ്റം ഉണ്ട്, കിളിപാറും സർബത്ത്. ഈ ഒരു രമേശൻ ചേട്ടൻ്റെ കടയാണ് കേട്ടോ. ഈ ഫ്രണ്ടിലായിട്ടിരിക്കുന്നതെന്ന് പറയുമ്പം ഇതിനകത്ത് ഉപ്പിലിട്ട കാര്യങ്ങളൊക്കെയാണ്. അതിനകത്ത് നെല്ലിക്ക, മുളക്, എന്തോ ചവച്ചോണ്ടിരിക്കുന്നത് നെല്ലിക്കാണ്. ഈ നെല്ലിക്കൊക്കെ ചേരുമോ ഈ സർബത്ത്? നെല്ലിക്കാണ് ഏറ്റവും കൂടുതൽ ചേരുന്നത്. അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ചേരും. നമ്മുടെ വെള്ളത്തിന്റെ പേരെന്താ? കിളി പാറുന്നത്. കഴിച്ച കിളി പാറുന്നു. കിളി പാറിയിരിക്കും. അങ്ങനെ കഴിച്ചു നോക്കുക, കഴിച്ചു നോക്കിയിട്ട് പറയാം. ഉറപ്പായിട്ടും കിളി പാറും. ഉറപ്പായിട്ടും. നമ്മുടെ ഈ കടയിൽ വലുതായിട്ട് സാധനങ്ങളൊന്നും ഇല്ലല്ലോ, ഈ വെള്ളം മാത്രമേ ഉള്ളൂ. വെള്ളം മാത്രമേ ഉള്ളൂ മെയിനായിട്ട് വെള്ളം മാത്രമേ ഉള്ളൂ. ഒരു സ്പെഷ്യലായിട്ട് ഒറ്റ വെള്ളം മാത്രമേ ഉള്ളൂ? അതോ ഒറ്റ വെള്ളം കൊടുക്കത്തുള്ളൂ. ഇതിനകത്ത് ഞാൻ ചോദിക്കട്ടെ ചേട്ടാ, ഇതിനകത്ത് എന്തൊക്കെയാണ് ചേരുവകൾ? എന്തൊക്കെയാണ് ഇതിനകത്ത് ചേരുവ? നെല്ലിക്ക, ഇഞ്ചി, പച്ചമുളക്, കുരുമുളക്. ഈ സാധനങ്ങളൊക്കെ എങ്ങനെ ഉപ്പിലിട്ട് കൊണ്ടുവരും? ഇവിടെ ഉപ്പിലിട്ട് ഇവിടെ കൊണ്ടുവരും. എവിടെയാ ചേട്ടന്റെ വീട്? ഇവിടെ അടുത്ത് തന്നെ. ഇപ്പൊ എത്ര നാളായിട്ട് നമ്മൾ ഈ ഒരു കട? ഏതാണ്ട് ഒരു 7-8 വർഷമായി. 8 വർഷമായി. അപ്പം നാട്ടിലെല്ലാവർക്കും അറിയാം ഈ കിളി പാറുന്ന വെള്ളത്തിനെ കുറിച്ചിട്ട് നല്ല അഭിപ്രായം ഉണ്ട്. 90% ആൾക്കാർക്ക് അറിയാം. ഒന്ന് കാണിച്ചു തരാം എന്തൊക്കെ ഈ ചേർക്കുന്നത്? കിടക്കുന്നു. ഇതിനകത്തുള്ള നെല്ലിക്ക ഉണ്ട്, മുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഇതെല്ലാം അരച്ച് ചേർത്തിട്ടേക്കുന്നതാണ്. ഇത് എത്ര ദിവസം വെക്കും ചേട്ടൻ? ഇത് ഇന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ എടുക്കാം. അപ്പൊ അത് നമ്മുടെ സർബത്തിനകത്തോട്ട് ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് അടിച്ചു തരും. അപ്പൊ ഈ കഴിക്കുമ്പോ ഇതിന്റെ രുചി എന്ന് പറയുന്നത് മധുരവും ഉപ്പും എല്ലാം റൗണ്ടായിട്ട് വരും. സംഭവം കൊള്ളാലോ ഐറ്റം. ഈ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ക്യാമറമാനെ കൊണ്ട് ടെസ്റ്റ് എടുപ്പിച്ച് നോക്കിയിട്ടാണ് ക്യാമറമാൻ പറഞ്ഞു അടാറ് ഐറ്റം ഒരു രക്ഷയില്ല എന്ന് പറയിപ്പിച്ചിട്ട് ശേഷമാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. യാദൃശ്യമായിട്ട് കണ്ടതാണ് രമേശ് ചേട്ടൻ്റെ കട കേട്ടോ. അപ്പം പ്രധാനമായിട്ടും നമ്മൾ ഇവിടെ എന്തൊക്കെയാണ് കൊടുക്കുന്നത്? വെള്ളം മാത്രമേ, വേറെ ഒന്നുമില്ല. അതേ കണ്ടില്ല, ഒരു കുഞ്ഞൊരു കടയാണ് കേട്ടോ. അതിൻ്റെ ഫ്രണ്ടിൽ വെള്ളത്തിൻ്റെ പരിപാടി മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ആ കിളി പാറുന്ന വെള്ളം ഒന്ന് എടുത്ത് ഞാൻ ഒന്ന് കുടിച്ചു നോക്കട്ടെ. അപ്പം അതിനകത്തുള്ള ചേരുവകൾ ഞാൻ നിങ്ങൾക്കായിരുന്നു കാണിച്ചു തരാം. നാരങ്ങ പിഴിഞ്ഞ് മധുരം ഒഴിച്ച് ഈ സാധനം അങ്ങോട്ട് ചേർത്തിട്ട് അടിച്ചു തരും അല്ലേ? കിളി പാറുന്ന വെള്ളം നമുക്കൊന്ന് കിളി പാറി കുടിച്ചു നോക്കാം. ഈ ചേർക്കുന്ന സാധനം എന്ന് പറയുന്നത് നെല്ലിക്ക, എല്ലാ സാധനവും കൂടെ അരിച്ച് റെഡിയാക്കി വെച്ചിരിക്കുന്നതാണ്. ഇത് ചേരുമ്പം അതിന്റെ ടേസ്റ്റ് എങ്ങനെയാണെന്നും കൂടെ നോക്കാം കേട്ടോ. എത്ര രൂപയാണ് ഇതിന്? 20 രൂപ ഉള്ളൂ. 20 രൂപ ഉള്ളു. ഇത് കണ്ടില്ലേ, ഇതിനകത്ത് നെല്ലിക്കയൊക്കെ ഉണ്ട് ഓൾറെഡി. അപ്പൊ നമ്മുടെ ഈ ചൂട് സമയത്ത് നമുക്ക് കഴിക്കാൻ പറ്റിയൊരു ഐറ്റമാണ് കേട്ടോ. ഈ ചേരുവകളെല്ലാം ചേരുന്നതുകൊണ്ടാണ് അതിനകത്ത് ഇത് വരുന്നത്. മുളകും കാര്യങ്ങളും എല്ലാം ഉണ്ട്. എന്നാൽ പിന്നെ കുടിക്കാം. 20 രൂപക്ക് കുടിച്ചു നോക്കാം. അപ്പോൾ രമേശൻ ചേട്ടൻ്റെ കിളിപാറും വെള്ളം ഇതിങ്ങനെ പൊങ്ങി വരുമ്പോൾ തന്നെ അടിക്കണം അല്ലേ? ആയില്ല, പൊങ്ങാൻ തുടങ്ങിയില്ലത്. ഉപ്പിട്ടല്ലേ പൊങ്ങത്തുള്ളല്ലേ? അത് തന്നെ വേണ്ട. കിളി പറഞ്ഞു നോക്കിയോ. കിളി പറഞ്ഞു നോക്കിക്കല്ലേ. ഉപ്പ്, മധുരം, പുളി എല്ലാം മിക്സ്ഡ് ആണ് കേട്ടോ. ഉപ്പ് മാറി പിന്നെ എല്ലാ ഐറ്റംസും വരും. ഉപ്പിടുമ്പോൾ തന്നെ നമ്മൾ കടിക്കണം കേട്ടോ, കുടിക്കണം. ഞാൻ ചോദിക്കട്ടെ, ഈ സ്ഥലത്തിന് ഈ കൊച്ചാലുംമൂട് എന്ന് പേര് പറയാൻ കാരണം എന്താ? ഇവിടെ ചെറിയൊരാളുണ്ടായിരുന്നു. ഫ്രണ്ടിൽ കാണുന്ന ആലാണോ? അത് വളർന്നിട്ട് വലുതായി. പക്ഷെ പേര് ഇപ്പോഴും കൊച്ചാലുംമൂട്. പേരൊരിക്കലും. അപ്പം ഈ സ്ഥലം എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയിൽ കൊച്ച് ആലുംമൂട്, മാവേലിക്കര കൊച്ചാലുംമൂട്. ഇപ്പൊ ആല് വളർന്നു വലുതായി കേട്ടോ. നമ്മുടെ കട ഇപ്പൊ എത്ര വർഷമായിട്ട് ചെയ്യുന്നുണ്ട്? ഞാനിപ്പോ 11ാമത്തെ വർഷമാണ്. എന്തായാലും അടിപൊളി സംഭവമാണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇത് കറക്റ്റ് ജംഗ്ഷനിൽ തന്നെയുള്ള കടയാണ്, കുഞ്ഞു കട. ഇവിടെ ഈ ഒരു വെള്ളം മാത്രമേ ഉള്ളൂ കേട്ടോ. കൊള്ളാം, സൂപ്പർ.